ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷാസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഞ്ഞപ്പാവാട എന്ന കഥാഭാഗവും അതിലെ ഇന്നത്തെ വിക്ടേഴ്സ് ചാനലിലെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട പഠന പ്രവർത്തനങ്ങളുമാണ്. അപ്പോൾ എല്ലാവരും ക്ലാസ്സൊക്കെ കണ്ടിട്ടിരിക്കുമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ മുൻപ് ചെയ്ത ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ചാനലിൻ്റെ ഹോം പേജിൽ പ്ലേലിസ്റ്റ് കാണാം. അതിൽ നിങ്ങൾക്ക് ഇതുവരെ ചെയ്ത ക്ലാസ്സുകളൊക്കെ വഴികാട്ടി സ്റ്റാൻഡേർഡ് 3 വർക്ക്ഷീറ്റും ഒക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്ലേലിസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വീഡിയോസൊക്കെ ഒന്ന് കാണുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻസൊക്കെ അറിയിക്കാം. ഓക്കെ, നമുക്ക് ആദ്യം ചെയ്യാനുള്ള പ്രവർത്തനം ആശംസാ കാർഡ് നിർമ്മിക്കാനാണ്. ആശംസാ കാർഡ് എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? നല്ല പൂക്കളൊക്കെ വരച്ച് മനോഹരമാക്കി അതിൽ ആകർഷകമായ വാക്യങ്ങൾ എഴുതാം. ഓക്കെ, വാക്യങ്ങൾ എഴുതുമ്പം പെട്ടെന്ന് ആകർഷിക്കുന്നതായിരിക്കണം, ചുരുക്കി എഴുതണം, കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. മനസ്സിലായോ? അപ്പോൾ നമുക്കൊരു ആശംസാ കാർഡ് എഴുതി നോക്കിയാലോ? എൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പൊൻവസന്തം തീർത്ത കൂട്ടുകാരിക്ക് 1000 ജന്മദിനാശംസകൾ. മനസ്സിലായോ? നിങ്ങൾ എഴുതുന്ന സമയത്ത് നല്ല വാക്കുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. എൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പൊൻവസന്തം തീർത്ത കൂട്ടുകാരിക്ക് 1000 ജന്മദിനാശംസകൾ. ഇനി നമുക്ക് ഈ പാഠഭാഗത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം. പറയാം, എഴുതാം. കുഞ്ഞ് സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം എന്ത്? കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഈ കഥയിലെ കുട്ടിയാണ്. കുട്ടി സ്വാദോടെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട്, കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ട് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നാതിരുന്നത്? അതെ, നമുക്കറിയാം അല്ലേ? മഞ്ഞപ്പാവാട വേണമെന്ന് വാശി പിടിച്ച് നടക്കുകയാണ് അല്ലേ നമ്മുടെ കഥയിലെ കുട്ടി? അതെ, അപ്പം അവൾ ഭക്ഷണം കഴിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും എന്ത് പറഞ്ഞു? അച്ഛൻ്റെ അടുത്ത് കാശില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അവൾ വാശി പിടിക്കുകയാണ്, എന്തായാലും എനിക്ക് മഞ്ഞപ്പാവാട വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ നാളെ എന്തായാലും വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് അവൾക്ക് വാക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അമ്മയുടെ മനസ്സിൽ എന്താണ്? ആ വാക്ക് പാലിക്കണ്ടേ, അച്ഛൻ്റെ അടുത്ത് കാശില്ല താനും, എങ്ങനെ വാക്ക് പാലിക്കും എന്നൊക്കെയുള്ള പല ചിന്തകളും ഉള്ളത് കൊണ്ടായിരിക്കാം അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നാതിരുന്നത്. നമുക്കൊന്ന് എഴുതി നോക്കാം. കുട്ടികൾ ഭക്ഷണം കഴിച്ചിരിക്കുന്നത് നോക്കി നിൽക്കുന്നത് മനസ്സിനേറെ സന്തോഷം തരുന്ന കാര്യമാണ്. എന്നാൽ അന്ന് രാത്രി അവൾ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് അച്ഛനും അമ്മയ്ക്കും സന്തോഷം തോന്നിയില്ല. കാരണം മഞ്ഞപ്പാവാട വാങ്ങിത്തരും എന്ന വാക്ക് പറഞ്ഞതിനാലാണ് അവൾ കഞ്ഞി കുടിക്കാൻ തയ്യാറായത്. പക്ഷേ അതിനുള്ള കാശ് അവളുടെ അച്ഛൻ്റെ അടുത്തില്ലായിരുന്നു. വാങ്ങിക്കൊടുത്തില്ലേൽ അവൾക്ക് വീണ്ടും വിഷമമാവും. ഇതെല്ലാം ഓർത്തിട്ടാണ് അന്ന് രാത്രി അവൾ കഞ്ഞി കുടിക്കുന്നത് കണ്ടിട്ട് അവർക്ക് ഒട്ടും സന്തോഷം തോന്നാതിരുന്നത്. അടുത്ത ചോദ്യം, അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുട്ടി എന്തായിരിക്കും പറഞ്ഞത്? അവൾ എന്തിനാണ് പൊട്ടിക്കരഞ്ഞത്? അവൾക്കൊരു കുഞ്ഞനിയൻ ഉണ്ടാവുമ്പോൾ അരഞ്ഞാണം വാങ്ങാൻ വേണ്ടിയാണ് അമ്മ കിട്ടുന്ന ചില്ലറയൊക്കെ മൺകുടുക്കയിൽ ഇട്ട് വയ്ക്കുന്നത്. കുഞ്ഞനിയൻ വരുന്നത് അവൾക്ക് ഏറെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അവൾ ഏറെ കാത്തിരിക്കുന്ന കുഞ്ഞനിയന് വാങ്ങാൻ വേണ്ടി വെച്ച പൈസ എടുത്ത് അവൾക്ക് മഞ്ഞപ്പാവാട വാങ്ങുന്നത് അവൾക്ക് ഒട്ടും ഇഷ്ടമല്ല, സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് അവൾ അമ്മയുടെ കൈത്തണ്ടയിൽ പിടിച്ച് പൊട്ടിക്കരഞ്ഞത്. ഇനി എന്തായിരിക്കും അവൾ പറഞ്ഞത്? കുഞ്ഞുവാവയുടെ അരഞ്ഞാണം വാങ്ങാനുള്ള പൈസ കൊടുത്തിട്ട് എനിക്ക് മഞ്ഞപ്പാവാട വേണ്ട അമ്മേ എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ലേ? കുഞ്ഞനിയന് കുഞ്ഞുവാവയ്ക്ക് അരഞ്ഞാണം വാങ്ങാൻ വെച്ച പൈസ എടുത്തിട്ട് എനിക്ക് മഞ്ഞപ്പാവാട വേണ്ട അമ്മേന്ന് പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടാവും. അതും കൂടെ നിങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുക.
അടുത്ത വീഡിയോയിൽ നമ്മൾ മഞ്ഞപ്പാവാട എന്ന കഥാഭാഗവും അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് ഈ കഥാഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനുണ്ട്, അതിൻ്റെ ഉത്തരങ്ങളും എഴുതാനുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് 2 ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോൻ്റെ താഴെ കമൻറ്റ്സ് എഴുതാൻ മറക്കരുത്. എന്തെങ്കിലും ഒരു കമൻറ്റ് നിങ്ങൾ എന്തായാലും വീഡിയോയുടെ താഴെ ഇടണം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. ഓക്കെ, ഷാസ് ഓൺലൈൻ ട്യൂഷൻ സെൻറ്ററിൽ ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ 8075324835 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യുക. കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ വാട്സപ്പിലൂടെ പറയുന്നതാണ്. ഓക്കെ, താങ്ക്